മാന്ത്രിക കവാടങ്ങൾ മാരകമായ രാക്ഷസന്മാരെ പുറത്തുവിടുന്ന ഒരു ലോകത്ത് ഹണ്ടേഴ്സിന് മാത്രമേ അവരെ തിരിച്ചടിക്കുവാൻ കഴിയൂ. അതിൽ തന്നെ ഏറ്റവും ദുർബലനായ ഒരു ഹണ്ടർ പരിഹസിക്കപ്പെടുകയും ഓരോ യുദ്ധത്തിലും കഷ്ടിച്ച് അതിജീവിക്കുകയും ചെയ്യുന്ന ഒരുവന്റെ കഥയാണിത്. എന്നാൽ ഒരു നിഗൂഢ തടവറയിൽ മരണത്തെ അഭിമുഖീകരിച്ച ശേഷം ഒരു രഹസ്യ സംവിധാനം അവനെ തിരഞ്ഞെടുക്കുന്നു. അതവനെ കൂടുതൽ ശക്തനാക്കി. കേവലം ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത ഒന്ന്. പിന്നീട് കഥ മുന്നോട്ട് പോകുമ്പോൾ ശത്രുക്കൾ വീണ് നിഴലുകളാണ് ഉയരുന്നത്. അതെ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് സോളോ ലെവലിംഗ്. ഓക്കെ ഫൈൻ, സോളോ ലെവലിംഗിന്റെ ഏറ്റവും ചുരുങ്ങിയ സീസൺ 1 എക്സ്പ്ലനേഷനിലേക്ക് സ്വാഗതം. സോ നമ്മൾ ആദ്യം നോക്കുന്നത് ദ വേൾഡ് ഓഫ് സോളോ ലെവലിംഗ് ആണ്. എങ്ങനത്തെ വേൾഡ് ആണെന്നാണ്. സോ ഈ ഒരു എർത്തിൽ കുറെ മിസ്റ്റീരിയസ് ഗേറ്റ്സ് വർഷങ്ങൾക്ക് മുമ്പ് അപ്പിയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി സ്കൈയിലൊക്കെ. സോ ഈ ഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൺസ്റ്റർ ഫീൽഡ് ഡഞ്ചൻസും എർത്തും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഗേറ്റ് വേ എന്ന് തന്നെ പറയാം. സോ ഇവര് ഈ ഒരു ഡഞ്ചനിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഈ മോൺസ്റ്റേഴ്സ് ഹ്യൂമൻസിനെ കില്ല് ചെയ്യും. സോ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഗേറ്റ്സ് എല്ലാം നല്ല രീതിയിൽ ക്ലിയർ ആകണം. ഇനിയിപ്പോൾ ഇവർ മോൺസ്റ്റേഴ്സ് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാർ വേണമല്ലോ, അവരാണ് ഹണ്ടേഴ്സ്. ഈ ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഹ്യൂമൻസ് സ്പെഷ്യൽ ആയിട്ടുള്ള അവരുടെ പവേഴ്സ് അവേക്കൺ ചെയ്തവരെയാണ് ഹണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ഹണ്ടേഴ്സിന് ഒരു റാങ്കിങ് സിസ്റ്റം ഉണ്ട്. അതായത് SABCDE വരെ. എസ് ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ്. അത് കഴിഞ്ഞ് പവർ സ്കെയിൽ കുറഞ്ഞ് E റാങ്ക് വരെ വരും. E ആണ് ഏറ്റവും വീക്കസ്റ്റ്. സോ ഇങ്ങനെയാണ് ഈ ഹണ്ടിങ്ങും പരിപാടിയൊക്കെ നടക്കുന്നത്. ഹണ്ടേഴ്സ് ഗേറ്റ്സിൽ എൻ്റർ ചെയ്തിട്ട് മോൺസ്റ്റേഴ്സിനെ ഫൈറ്റ് ചെയ്തിട്ട് സിറ്റീസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് അവർ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ ഓരോ ഗിൽഡുകളിലെ എംപ്ലോയിഡ് ആണ്. ഓരോ ഗിൽഡ് എന്ന് പറഞ്ഞാൽ 5-6 ഗിൽഡ് ഉണ്ട്. ആ ഗിൽഡിൽ ഓരോ ഹണ്ടേഴ്സ് എംപ്ലോയിഡ് ആണ്. അങ്ങനെ അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇതിലേക്കാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള സങ് ജിൻ വൂ വരുന്നത്. അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ദ വീക്കസ്റ്റ് ഹണ്ടർ എന്ന് തന്നെയാണ്. അദ്ദേഹം ഒരു E റാങ്ക് ഹണ്ടറാണ്. വീക്കസ്റ്റ് ഹണ്ടർ ഇൻ ദ വേൾഡ് എന്നാണ് അദ്ദേഹം നോൺ ചെയ്യുന്നത് തന്നെ. ഏത് കുഞ്ഞ് റെയ്ഡാണെങ്കിലും പോലും പുള്ളിക്കാരന് ഇഞ്ചേർഡ് ആവും. എല്ലാ സാധനത്തിലും, അതായത് കുഞ്ഞു സാധനത്തിനാണ് പോകുന്നതെങ്കിലും ബെയർലി ആയിരിക്കും പുള്ളി സർവൈവ് ചെയ്യുന്നത്. സോ എന്തുകൊണ്ട് പുള്ളിക്കാരൻ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അമ്മ എറ്റേണൽ സ്ലംബർ ഡിസീസ് എന്ന് പറയുന്ന ഒരു ഇൽനെസ്സുമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. സോ ഇതിൻ്റെ മെഡിക്കൽ ബിൽസ് അദ്ദേഹം തന്നെ പേ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ യങ്ങർ സിസ്റ്ററിനെ ടേക്ക് കെയർ ചെയ്യണം, സങ് ജി ആ. സോ ഇതിന് വേറെ ഒരു ചോയ്സും ഇല്ല. പെട്ടെന്ന് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഹണ്ടർ ആയതിനു ശേഷം അതിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സും ഫെയിമും ആ ഒരു സാധനമൊക്കെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം ഇങ്ങനെ ആവുന്നത്. എന്നിരുന്നാലും ഇദ്ദേഹം ഒരു കൈൻഡ് റെസ്പോൺസിബിൾ ബ്രേവ് ആയിട്ടുള്ള ഒരു വീക്കസ്റ്റ് ഹണ്ടർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സംഭവത്തിൻ്റെ ഇടയ്ക്കാണ് ജിൻവു ഒരു ലോ ലെവൽ ഡഞ്ചൻ റെയ്ഡിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അതും എല്ലാവരും ലോ ലെവൽ ഡഞ്ചൻ ആയതുകൊണ്ട് വലിയ സ്ട്രാങ്കുള്ള ഒരു ഹണ്ടേഴ്സും ഇല്ല. സോ ഈ ഒരു ഡഞ്ചൻ്റെ അകത്ത് അവർ വേറൊരു സംതിങ് സ്ട്രേഞ്ച് ആയിട്ട് കാണുകയാണ്. ഒരു ഹിഡൻ സെക്കൻഡ് ഡഞ്ചൻ, ഒരു വീക്ക് ഡഞ്ചൻ്റെ അകത്ത് ഒരു ഹിഡൻ സെക്കൻഡ് ഡഞ്ചൻ ഇവർ കണ്ടുപിടിക്കുകയാണ്. അത് സത്യം പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യേണ്ടതേ അല്ലായിരുന്നു. ഇവരതിൻ്റെ അകത്ത് കയറുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇതൊരു സ്റ്റാച്യു ഓഫ് എ ടെമ്പിൾ. അങ്ങനെ തന്നെ തോന്നും. കുറേ ജൈജാൻറ്റിക് സ്റ്റാച്യൂസ് ഉണ്ട്. അതിലെല്ലാം സ്മൈലിംഗ് ആയിട്ട് വരുന്ന വലിയ സ്റ്റാച്യു ഇവരെ നോക്കി ദൈവത്തെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു കല്ലിൽ ഇങ്ങനെ കുത്തുവെച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ റൂൾസ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ആദ്യം ഗോഡിനെ വർഷിപ്പ് ചെയ്യുക, നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ഗോഡിനെ പ്രൈസ് ചെയ്യുക, അത് കഴിഞ്ഞ് നിങ്ങളുടെ വിശ്വാസം പ്രൂവ് യുവർ ഫെയ്ത്ത് എന്ന് പറഞ്ഞത്. സോ ആദ്യം ഈ ഹണ്ടേഴ്സ് എല്ലാ റൂൾസും ഇഗ്നോർ ചെയ്യും, ഇതൊക്കെ ജോക്കാന്നുള്ള രീതിയിൽ. അത് കഴിയുമ്പോഴേക്കാണ് അവിടെ ഒരു കൂട്ടക്കൊല സംഭവിക്കുന്നത്. പെട്ടെന്ന് ആ സ്റ്റാച്യൂസ് എല്ലാം ലൈഫിലേക്ക് വന്നിട്ട് ഇവരുടെ കണ്ണിൽ നിന്നുള്ള ലേസർ വെച്ചിട്ട് ഇതിൽ നിന്ന് തല ഉയർത്തി നിൽക്കുന്നവരെയോ അല്ലെങ്കിൽ ഓടുന്നവരെയോ എല്ലാം കൊന്നു കളഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇതിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ നയിച്ചുകൊണ്ട് പോകുന്ന സോങ് ഷിയൂൾ എന്ന് പറയുന്ന ഒരു C റാങ്ക് സ്പോർട്സ്മാൻ ആണ്. അതിലേക്ക് വരാം. എന്നിരുന്നാലും നമ്മുടെ ജിൻവു ബ്രേവ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഈ കല്ലിൽ കുത്തിയിരിക്കുന്നത് നമ്മൾ ഫോളോ ചെയ്താൽ നമ്മൾ മരിക്കുകയില്ലെന്ന്. അങ്ങനെ ഇവർ ആ ഫോളോ ചെയ്തിട്ട് കുറച്ച് പേരൊക്കെ സർവൈവ് ചെയ്യുകയാണ്. ഏറ്റവും ലാസ്റ്റത്തെ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൂവ് യുവർ ഫെയ്ത്ത് എന്നാണ്. ഇത് സത്യം പറഞ്ഞ ഒരു സാക്രിഫൈസ് ആണ്. ഒരാൾ അവിടെ നിന്നുകൊണ്ട് ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തണം. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഫൈറ്റ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ജിൻവുവിൻ്റെ കാല് നഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നീ ഇപ്പോൾ 2 പേരെ നിലവിലുള്ളൂ കേട്ടോ, നമ്മുടെ C റാങ്ക് സ്പോർട്സ്മാനും പിന്നെ ഇദ്ദേഹത്തിൻ്റെ, അതായത് നമ്മുടെ സ്വന്തം ജിൻവുവിൻ്റെ ആ ഒരു ഫ്രണ്ടായിട്ടുള്ള B റാങ്ക് ഹീലർ ലീ അല്ലെങ്കിൽ ജൂഹി എന്ന് പറയാം. സോ ഇവിടെ എടുത്തുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് C റാങ്ക് സ്പോർട്സ്മാനോട് നമ്മുടെ ജിൻവു പറയുകയാണ്. ജിൻവു സാക്രിഫൈസിൽ ഗോട്ടായിട്ട് അവിടെ നിൽക്കുകയാണ്. സോ ഗേറ്റ് ക്ലോസ് ആകുന്നതിന് മുമ്പ് അവളെ എടുത്തുകൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞ് ജിൻവു സെൽഫായിട്ട് സാക്രിഫൈസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ അവിടെ ഒരു സിസ്റ്റം വരികയാണ്. ഒരു കമ്പ്യൂട്ടർ ഗെയിം പോലെ. മരിക്കുന്നതിന് പകരം അവന് മാത്രം കാണാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ ഫ്ലോട്ടിംഗ് ബ്ലൂ സ്ക്രീൻ അവൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ചോദിക്കുകയാണ്, വിൽ യു ബിക്കം എ പ്ലെയർ എന്ന്. അവന് വേറെ ഓപ്ഷനൊന്നും ഇല്ലായിരുന്നു. അവന് യെസ് എന്ന് അതിനെ കൊടുത്തു. ഇതിൻ്റെ റിസൾട്ടായിട്ട് ജിൻവു സർവൈവ് ചെയ്യുകയാണ്. അവിടെ മരിക്കുന്നില്ല. അവൻ എഴുന്നേറ്റത് തന്നെ ഹോസ്പിറ്റലിലാണ്. ഡോക്ടേഴ്സൊക്കെ കൺഫ്യൂസ്ഡ് ആണ്, എങ്ങനെയാണ് ഇവൻ ജീവിച്ചതെന്ന് അറിയത്തില്ല. ഇവൻ്റെ കാലും കൈക്കും ഒന്നും കുഴപ്പമില്ല, കംപ്ലീറ്റ്ലി ഹീൽഡുമാണ്. സോ ഈ ഒരു മൊമെൻറ്റ് തൊട്ട് നമ്മുടെ ജിൻവു ഇനി സാധാരണ ഒരു നോർമൽ ഹ്യൂമൻ ബീൻ അല്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാധാരണ ഹണ്ടേഴ്സ് അവരുടെ പവർ അവേക്കൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലെവലപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ജിൻവുവിന് ഇതൊരു വീഡിയോ ഗെയിം പോലെ
കുറച്ച് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്, ദ സിസ്റ്റം. ഈ സിസ്റ്റം എന്ന് പറയുന്ന ഒരു മിസ്റ്റീരിയസ് പവർ ആയിട്ടാണ് സീസൺ 1 കാണിക്കുന്നത്. ഇത് ജിൻവുവിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇത് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ്, ലെവൽസ്, സ്കിൽസ്, ക്വസ്റ്റ്, റിവാർഡ്, പണിഷ്മെൻറ്റ് എല്ലാം തന്നെ കാണിക്കാൻ പറ്റും. ഈ ഓരോ ഒരു ഗെയിമിലുള്ള പോലെ തന്നെ, അതായത് ഞാൻ രാവിലെ എണീക്കുന്നു, ഓരോരോ ദൗത്യങ്ങൾ എനിക്ക് തരികയാണ്, ഡെയിലി ക്വസ്റ്റ് പോലെ 100 പുഷപ്പ്, 100 സിറ്റപ്പ്, 100 സ്ക്വാട്സ്, അങ്ങനെ ഓരോ സാധനങ്ങൾ ചെയ്യാൻ പറയും. ഇത് ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഒരു പണിഷ്മെൻറ്റ് സോണിലേക്ക് വിടും. ഈ പണിഷ്മെൻറ്റ് സോണിൽ ഡെഡ്ലി മോൺസ്റ്റേഴ്സ് ആണുള്ളത്. അവൻ സർവൈവ് ചെയ്യാൻ തന്നെ പാടാണ്. സോ മിക്കതും അവൻ തന്നെ ചെയ്യും. അങ്ങനെ കുറേ ദിവസം പോകുന്നതനുസരിച്ച് ഓരോ ലെവലും ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുന്നതനുസരിച്ച് ഇവൻ ഭയങ്കരമായിട്ട് സ്ട്രെങ്ത് അങ്ങ് കൂടുകയാണ്. അത് ഓരോ ലെവൽ എത്തുന്നതനുസരിച്ച് ഇവൻ സ്ട്രോങ് ആയി വരികയാണ്. സാധാരണ ഹണ്ടേഴ്സിന് അവരുടെ പവർ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഹൈ ആവാൻ പറ്റത്തില്ല. ബട്ട് അദ്ദേഹം സോളോ ആയിട്ട് ലെവൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഡേയ്സ് പാസ് ചെയ്യുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ബോഡിയിലും വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. അദ്ദേഹം ഒരു വീക്കായിരുന്നതിൽ നിന്ന് മാറി ഒരു മസിലൊക്കെ വെച്ച് അത്യാവശ്യം സ്റ്റാമിനയൊക്കെ ഇൻക്രീസ് ചെയ്ത് നല്ല ഷാർപ്പ് ആൻഡ് റിഫ്ലക്സ് ഒക്കെ ആയിട്ടുള്ള ഒരു യുവത്വത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം തന്നെയാണെന്ന് പറയാം. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫസ്റ്റ് സോളോ ഡഞ്ചൻ മിഷൻ വരികയാണ്. അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ പറഞ്ഞു, അതായത് വലിയ മിഷൻ എടുക്കുന്നതനുസരിച്ച് അദ്ദേഹം സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പതിയെയാണ് ഇത് കയറി വരുന്നത്. സോ നമ്മുടെ ബ്ലൂ സ്ക്രീൻ ഇവന് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. സോ അത് തന്നെ പ്രൊവൈഡ് ചെയ്ത ഒരു മിഷനിൽ ഫസ്റ്റ് സോളോ ഡഞ്ചനിൽ കയറുന്നു. അവിടെ ഒരു ജൈൻറ്റ് സ്പൈഡർ ഉണ്ട്. ആ ഒരു സ്പൈഡറാണ് അവിടുത്തെ ഡഞ്ചൻ്റെ ബോസ്. ഈ ഡഞ്ചൻ ബോസിനെ കില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവൽ കംപ്ലീറ്റ് ആയി. അങ്ങനെ ജിൻവു ഒരു രീതിയിൽ ആദ്യത്തെ ആയതുകൊണ്ട് പേടിച്ച് വിറച്ചൊക്കെ ആണെങ്കിലും ഒരു രീതിയിൽ അവൻ പഠിച്ച് അതിനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് അവൻ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എനിക്ക് ഓരോ സാധനങ്ങൾ അക്യൂർ ചെയ്യുന്നുണ്ട്, ഓരോ ചെറിയ മെഷീൻസ് കിട്ടുമ്പോഴൊക്കെ എന്നൊക്കെ. അങ്ങനെ അവന് കുറേ റിവാർഡ്സ് കിട്ടുന്നുണ്ട്. ആ റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ ലെവലപ്പ് ആകുകയാണ്. നല്ല എക്യുപ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ ഫിസിക്കലിയൊക്കെ സ്ട്രോങ് ആകുന്നുണ്ട്. അങ്ങനെ അവൻ കുറേ ഇൻസ്റ്റൻറ്റ് ഡഞ്ചൻസ് കിട്ടുന്ന മെഷീൻസ് എല്ലാം റാപ്പിഡായിട്ട് ചെയ്ത് ലെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പോയിസണസ് സ്റ്റേക്ക്, ഫാസ്റ്റ് ആൻഡ് ഡെഡ്ലി മോൺസ്റ്റേഴ്സിനെ എല്ലാം നമ്മുടെ ഇവൻ ഡിഫീറ്റ് ചെയ്ത് പതിയെ ലെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. ഇതിൽ നിന്ന് അദ്ദേഹം കുറേ കാര്യങ്ങൾ റിസൾട്ട് അല്ലെങ്കിൽ റിവാർഡായിട്ട് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പോയിസൺ റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. റാപ്പിഡായിട്ട് ലെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മെൻ്റലിയും ഫിസിക്കലിയും വൻ രീതിയിൽ സ്ട്രോങ് ആകുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇവൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവനെങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സ്ട്രോങ് ആയെന്നുള്ളൊരു ചിന്ത ബാക്കിയുള്ളവരിലേക്കും വരുന്നു. ബട്ട് ഇപ്പോഴും ഇവനൊരു റാങ്ക് ആയിട്ടുള്ള ഹണ്ടർ തന്നെയാണ്. അപ്പം ഇവൻ ഈ കുറേ മിഷൻസ് ഒക്കെ ഇങ്ങനെ പൂർത്തീകരിച്ചപ്പോഴേക്കും ഇവൻ സ്റ്റിൽ റാങ്ക് ആണോ എന്നറിയാൻ ഒരു റീവാലുവേഷൻ നടത്തുന്നുണ്ട്. ആ ഒരു ടൈമിലാണെങ്കിൽ അത് ചെയ്യുന്ന മെഷീൻ പൊട്ടിത്തെറിച്ച് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും ആ ഒരു പാനിക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇവനെ ഒരു റാങ്ക് ആയിട്ടുള്ള ഒരു ഹണ്ടറായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ജിൻവു വേറൊരു റെയ്ഡിൽ പോകുന്നുണ്ട്. ദ ലിസാർഡ് മാൻ റെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ബോസ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ പോയിസൺ ലിസാർഡാണ്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം തന്നെ ഇവനേക്കാളും സ്ട്രോങ്ങർ ആണെന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് ഇതിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ടൈമിൽ ജിൻവു വരുന്നു, കാമായിട്ട് അതിനെ കില്ല് ചെയ്യുന്നത്. കാരണം ഇവൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോ രാജ്യം സ്വന്തമായിട്ട് സോളോ ഡെവലപ്പ് ചെയ്യുന്നത് ഇതിലെ വലിയ ഐറ്റത്തിനെയൊക്കെ കണ്ടിട്ടാണ് വരുന്നത്. സോ ഇത്തവണ കൂടെ പോയ ആ ഒരു അംഗത്തിൻ്റെ കൂടെ വേറൊരുത്തനും കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ പേരാണ് യോ ജിൻഹോ. ഇതെന്ന് പറയുന്ന ഒരു റാങ്ക് ഹണ്ടറാണ്. ഒരു റിച്ച് ഫാമിലിയിലെ ഒരുത്തൻ്റെ മോനാണ്. ഭയങ്കര എക്സ്പെൻസീവ് ഗിയറൊക്കെയാണ് ഇദ്ദേഹം വെയർ ചെയ്യുന്നത്. പക്ഷേ ഹോണസ്റ്റ് ആണ്, ബ്രേവ് ആണ്, എക്സ്ട്രീംലി ലോയലാണ്. സോ ഒബ്വിയസ്ലി ഈ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ഇടയ്ക്ക് നല്ല ഹണ്ടേഴ്സും ഉണ്ട്, ചീത്ത ഹണ്ടേഴ്സും ഉണ്ട്. സോ ചില ഗ്രീഡി ആയിട്ടുള്ള ചീത്ത ഹണ്ടേഴ്സുമായിട്ടുള്ള ഒരു റെയ്ഡിന് പോകുന്നതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ലീഡറെ നമ്മുടെ ഈ ജിൻവുവിന് കൊല്ലാണ്ട് വന്നു. അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇദ്ദേഹത്തിനൊരു ചേട്ടനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മോൺസ്ട്രസ് ആണ്, പക്ഷേ ഇദ്ദേഹത്തിനേക്കാളും ഫാർ മോർ പവർഫുൾ ആണ്. സോ ഇദ്ദേഹം ഇനി അവിടെ നിന്ന് രക്ഷപ്പെട്ട ആ 2 പേര് മാത്രമുള്ള ഡഞ്ചനിൽ നിന്ന് രക്ഷപ്പെട്ടുള്ളൂ. അവരെ തേടി കാര്യാവസ്ഥ അറിഞ്ഞ് റിവെഞ്ച് പോക്കുവാനിരിക്കുകയാണ്. അവിടെ വെച്ച് ആ ഒരു സ്റ്റോറി കട്ട് സീസൺ 2 കാണാമായിരിക്കും. സോ അങ്ങനെ കഥ മുൻപോട്ട് പോകുമ്പോഴാണ് വേറൊരു തരത്തിലുള്ള ഒരു ജോബ് ചേഞ്ച് ക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ വീഡിയോ ഗെയിം പോലെ ഇരിക്കുന്ന സ്ക്രീൻ നമ്മുടെ ജിൻവുവിന് ഓഫർ ചെയ്യുന്നത്. ഈ ഒരു ഡഞ്ചൻ്റെ അകത്ത് എൻലെസ് വേവ്സ് ഓഫ് എനിമീസ് ആയിരിക്കും. അതായത് നൈറ്റുകൾ, മെയ്സസ്, ട്രാപ്സ്, ഒരു റെസ്റ്റും ഉണ്ടാകത്തില്ല. ഏതായാലും ജിൻവു ഫൈറ്റ് 4 hours കുറേ ഫൈറ്റ് ചെയ്തിട്ട് അവൻ അവസാനം എത്തിച്ചേരുന്ന അയാളുടെ പേരാണ് ദ നൈറ്റ് ഓഫ് ദ ഡെത്ത് അല്ലെങ്കിൽ ഇഗ്രിസ്. ഇതെന്ന് പറഞ്ഞ ഒരു ഫൈനൽ ബോസാണ് ആ ഡഞ്ചൻ്റെ. ആ ഒരു സാധനത്തിൽ അദ്ദേഹം കുറേ, അതെന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം കംപ്ലീറ്റ്ലി അനിമേയുടെ ആ ഒരു എപ്പിസോഡിൽ ഒരു ഫൈറ്റ് കുറച്ച് നേരം നീണ്ടു പോകുന്നുണ്ട്. ഈ ഇഗ്രിസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരാളല്ല, സാധാരണ ഇതുവരെ ഫേസ് ചെയ്ത പോലെയല്ല. ഒരു സൈലൻറ്റ് പവർഫുൾ നൈറ്റാണ്. ഇൻക്രൈഡബിൾ സ്പീഡും സ്കില്ലും ഉണ്ട്, ഓവർവെൽമിങ് പ്രഷറുമാണ്. ആ ഒരു ഫൈറ്റ് ബ്രൂട്ടൽ തന്നെയായിരുന്നു. എന്നിരുന്നാലും ജിൻവു വിജയിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. അതായത് ഒരു രീതിയിൽ സർവൈവ് ചെയ്ത് വിജയിക്കുന്നതെന്ന് പറയാം. അവിടെ നിന്ന് അവൻ കുറേ പാറ്റേൺസ് ഒക്കെ ഒബ്സർവ് ചെയ്തിട്ട് ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് അവിടെ ഇഗ്രീസിനെ പരാജയപ്പെടുത്തുന്നു. ഇഗ്രീസിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം ജിൻവു ആദ്യത്തെ ആ ഒരു ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തല്ലോ. ആ ഒരു സെഗ്മെൻറ്റിൽ അവൻ്റെ പുതിയ ജോബ് എന്ന് പറയുന്നത് ഷാഡോ മൊണാർക്കായിട്ടാണ്. അതായത് നെക്രോമാൻസറിൽ നിന്നൊരു ഷാഡോ ലോഡായി. ആ ഒരു എബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരണത്തിൽ നിന്ന്
എനിമീസിനെ റേസ് ചെയ്തിട്ട് അവരെ ഷാഡോ സോൾജേഴ്സ് ആക്കാൻ പറ്റും. ഈ ഷാഡോ സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മുടെ ഈ ജിൻവുവിനോട് ലോയൽ ആയിരിക്കും, ഫിയർലെസ് ആയിരിക്കും, ഒരിക്കലും ഇവനെ ചതിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഷാഡോ സോൾജറാണ് ഇഗ്രിസ്. ഇഗ്രിസ് അവൻ്റെ മുമ്പിൽ മുട്ടുപടക്കി അവൻ്റെ ബാക്കിയുള്ളായിരുന്ന ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന സോൾജേഴ്സ് എല്ലാം വീണ്ടും റിസറക്റ്റ് ആയിട്ട് നമ്മുടെ ജിൻവുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുന്നിടത്താണ് സീസൺ 1 അവസാനിക്കുന്നത്. യെസ്, ഐ നോ, ഈ ഒരു സീസൺ എക്സ്പ്ലനേഷനകത്ത് കുറേ ക്യാരക്ടേഴ്സിനെ ഞാൻ മിസ് ഔട്ട് മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം ഇവരൊന്നും ഈ ഒരു സീസൺ 1 വലിയ കനോണായിട്ടൊന്നും ചെയ്യുന്നില്ല. കാരണം സീസൺ 2 അവരുടെ ഇമ്പോർട്ടൻസ് കൂടുതലും കാണിക്കുന്നത്. ഇതിപ്പം നമ്മൾ ബേസിക് ആയിട്ട് ആരാണ് ജിൻവു എന്നും അദ്ദേഹം വീക്കിൽ നിന്ന് സ്ട്രോങ് ആകുന്നതാണ് സീസൺ 1 കാണിച്ചിരിക്കുന്നത്. സോ ഒരു കനോൺ ഇവൻറ്റ് നമ്മൾ വിട്ടുപോയിട്ടില്ല. ബട്ട് ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെന്നുള്ളൂ. അത് നിങ്ങൾ കമൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. കാരണം സീസൺ 2 കംപ്ലീറ്റ്ലി അത് തന്നെ ആയിരിക്കാം. സോ ബേസിക്കലി ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നും ഈ സ്ഥലത്തിന് കുറേ പവേഴ്സ് ഉണ്ടെന്നും അതിൽ ഒരാൾ മാത്രം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹണ്ടറായിട്ട് സോളോ ലെവലപ്പ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടെന്നുമാണ് സീസൺ 1 കൊണ്ട് സോളോ ലെവലിങ്ങിൻ്റെ ഉദ്ദേശിക്കുന്നത്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്.